റോസ്ന സിമ്പിൾ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ബ്രെഡ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ബ്രെഡ് മസാല. ഒരു സ്നാക്കായിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്ക് വരെ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 8 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് നെയ്യിൽ ഒന്ന് മുരിപ്പിച്ച് എടുക്കുക. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കിയാൽ നെയ്യ് ആക്കിയിട്ട് നമ്മളതിനെ ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മളിത് കട്ട് ചെയ്താൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതി. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം ഒരു 2 നുള്ള് അത്രയും മതി. അതും കൂടി എടുത്ത് നമ്മൾ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു 2 സവാള, ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം. അപ്പോൾ അത് നമ്മൾ നല്ല ചെറുതാക്കിയിട്ട് മുറിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില നമ്മൾ ഇതേപോലെ ചെറുതായി അരിഞ്ഞ് വെക്കുക. പിന്നെ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുത്ത് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കുക. നമ്മൾ പാൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും കുറച്ച് വലിപ്പമുള്ളൊരു പാനായിരിക്കണം കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും നമുക്ക് ഉപ്പ് ചേർക്കണത് നല്ലതാണ്. അപ്പോൾ ഇത് വഴന്നതിന് ശേഷം നമ്മളതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ബ്രെഡ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ട് ആവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിൻ്റെ പീസുകൾ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ബ്രെഡിൻ്റെ പീസിലും കോട്ട് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം നമ്മുടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ മടിയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്കൊരു സ്നാക്കായിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. Thank you for watching.